ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, പ്രതിപക്ഷ നേതാവ് അടക്കം എത്തിയിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച സമയം ഒരുപാട് മാറിയിരിക്കുന്നു. 12 മണി കഴിഞ്ഞിരിക്കുന്നു. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങ് നടക്കുമെന്നുള്ളതായിരുന്നു. ഇപ്പോഴും ഈ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. എന്താണ് കുടുംബം, ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള തീരുമാനം എന്താണ് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ, സംസ്കാര ചടങ്ങുകൾ അതിന് തുടക്കമായിരിക്കുന്നു എന്നതാണ്. അപ്പോൾ വീട്ടിനകത്തേക്ക് മതപരമായ ഒരു ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മൃതദേഹം ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ പുരോഗമിക്കുന്നു. കുടുംബാംഗങ്ങളാണ് വീടിനകത്ത് ഉള്ളത്. അതിനുശേഷം ഇപ്പുറത്തെ തൊട്ട് സമീപത്ത് തന്നെ അവരെ ഒരു വളരെ ചെറിയ ഒരു സ്ഥലവും പരിമിതികളും എല്ലാം ഉള്ളതാണ്. തൊട്ട് ഇപ്പുറത്ത് ഉണ്ടാക്കിയിരിക്കുന്ന താൽക്കാലികമായ ഒരു സംവിധാനത്തിലാണ് ചിത ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ചടങ്ങുകൾക്ക് ശേഷം ഇവിടേക്ക് ചിതയിലേക്ക് മൃതദേഹം ഇവിടേക്ക് എത്തിക്കും. നേരത്തെ പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങി നേതാക്കൾ ഇവിടേക്ക് അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിയിരുന്നു. അവർ അന്തിമോപചാരം അർപ്പിച്ചു. ഇതിനുശേഷം ഇപ്പോൾ വീടിനകത്തേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം നിരവധിയായ ആളുകൾ ഇവരെ അറിയാവുന്നപ്പം തന്നെ ഈ സംഭവം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയവരെല്ലാവരും തന്നെ ഇവിടേക്ക് കൂടിയിരിക്കുന്നു. നേരത്തെ കനത്ത മഴ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു. ആരും പിരിഞ്ഞു പോകാതെ തന്നെ ഈ മുറ്റത്തും അതോടൊപ്പം തന്നെ ചുറ്റുപാടുകളിലുമായി എല്ലാവരും തന്നെ തങ്ങി നിൽക്കുന്നു. ഇവിടെ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കും. വീടിനകത്ത് മതപരമായ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ചിതയിലേക്ക് മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്തായാലും ഈ സംഭവം കനത്ത ഒരു ആഘാതമാണ് ചുറ്റുപാടുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടേക്ക് എത്തുന്നവർ ബിന്ദുവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമല്ല, ഇതറിഞ്ഞ് ഇവിടേക്ക് വരുന്നവർ പോലും ഇതിനോട് പ്രതികരിക്കുന്നത് ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു കാര്യം, അതിലേക്ക് തങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നൊരു ഒരു വികാരത്തിൽ തന്നെയാണ് എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത്. കാരണം ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരം കാര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. നേരത്തെ ബിന്ദുവിന്റെ ഭർത്താവ് പ്രതികരിച്ചതുപോലെ ഇപ്പോൾ ഇവൾക്ക് തന്റെ ഭാര്യയ്ക്ക് ഇത് സംഭവിച്ചു. ഇനിയൊരാൾക്കും ഇതുപോലുള്ള ഒരവസ്ഥയിലേക്ക് ഒരാൾ പോലും എത്തിപ്പെടാൻ പാടില്ല. കാരണം അത് ഒഴിവാക്കപ്പെടേണ്ടതുമെല്ലാം തന്നെയാണ്. ആ ഒരു കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു. കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെയും ഉണ്ടായിട്ടുള്ള ഒരാൾ പോലും വിളിച്ചതിനെ ആശ്വസിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സമയം വരെയായിട്ടും ഈ സംസ്കാര ചടങ്ങുകളിലൊന്നും ഒരു ജില്ലാ കളക്ടർ വന്നു പോയി എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിലുള്ള സമാശ്വാസങ്ങളോ ഒന്നും തന്നെയും അതിൽ ഉണ്ടായിട്ടില്ല. അത് കൃത്യമായ രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇത് ഒരു സർക്കാർ സംവിധാനം ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നത് തന്നെയാണ് ഇത് വ്യക്തമാക്കേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ബിന്ദുവിന്റെ മകൾക്ക് അവർക്ക് ജോലി നൽകണം. ഒപ്പം തന്നെയും 25 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് ഇതിൽ നൽകേണ്ടതുണ്ട്. ഒപ്പം ബിന്ദുവിന്റെ മകൾ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവിടേക്ക് ആശുപത്രിയിലേക്ക് പോയത്. അത് ചികിത്സ പൂർത്തിയാക്കുകയും വേണം. അത് നേരത്തെ ചാണ്ടി ഉമ്മൻ ഇതിനോട് പ്രതികരിച്ചത് അദ്ദേഹം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഇനി സർക്കാർ ആശുപത്രികൾ അവർക്ക് ചികിത്സ നൽകേണ്ടതില്ല, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ തയ്യാറാകണം എന്ന് പറയുകയുണ്ടായിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിനോടുകൂടി ചേർത്താണ്. സർക്കാർ ചികിത്സിക്കാൻ തയ്യാറാകണമില്ല എങ്കിൽ ആ ചികിത്സാ ചെലവടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഈ വിഷയങ്ങളിൽ വലിയ വലിയ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളും എല്ലാം തന്നെ അരങ്ങേറുന്നു. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷവും മറ്റു പാർട്ടികളും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നേരത്തെ ഇവിടെ അന്തിമോപചാരം നൽകാൻ എത്തിയ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പ്രതിപക്ഷത്തിനും ഇത്തരം കാര്യങ്ങളിൽ ഈ ചെയ്തികളിലെല്ലാം തന്നെ പങ്കുണ്ട്. അവർ കൂടി ഈ സംഭവങ്ങൾക്ക് ഉത്തരവാദിത്വം പറയേണ്ടതാണ്. എന്തായാലും BJPയും സമരമുഖത്തേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന് അവർ പറഞ്ഞു.
ഇന്നലത്തെ സംഭവത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ ഭാഗങ്ങളിലും ഉയരുന്നു എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കുടുംബത്തോട് അനുതാപം പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധിയായ ആളുകൾ ഇവിടേക്ക് വരുന്നത്. അവരുടെ ഒരു കുടുംബ സാഹചര്യങ്ങളും എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ ബിന്ദുവിനെ ആളുകൾ അറിയുന്നതും അതോടൊപ്പം തന്നെ അവർ സ്നേഹിക്കുന്നതുമെല്ലാം അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നു. അത് വളരെ കഠിനമായ അധ്വാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ എന്ന രീതിയിലുള്ളൊരു അടയാളപ്പെടുത്തൽ തന്നെ നിന്നും ഉണ്ടാകുന്നത്. അവരുടെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയെന്ന് അയൽവാസിയായ ഒരു വീട്ടമ്മ പറയുകയുണ്ടായി. കാരണം ഇത്ര കാലവും ബിന്ദുവിന്റെ അമ്മ അവരെ ആ രീതിയിലേക്ക് പുറത്ത് ജോലിക്ക് പോകേണ്ടതില്ല എന്നെല്ലാം തന്നെ പറയുമായിരുന്നു. പക്ഷേ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴേക്കും തന്റെ കുടുംബ ചെലവും പ്രാരാബ്ദങ്ങളും അത് ഒറ്റയ്ക്ക് ഭർത്താവിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യം വരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഒപ്പം അദ്ദേഹം അസുഖബാധിതനാകുന്നു. ഭാരമേറിയ ജോലികളൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവർ സധൈര്യം ഇത്തരം കാര്യങ്ങളിലേക്ക് ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിയും തന്നെ കൊണ്ട് പറ്റാവുന്ന ജോലികളെല്ലാം ചെയ്ത് അവർ മുന്നോട്ട് പോവുകയുമായിരുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ നാളുകളായി അവർ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലും അത് മറ്റ് അനുബന്ധ ജോലികളുമായി ചെയ്ത് അവർ ജീവിക്കുകയാണ്. മക്കളെ തന്നെ കൊണ്ട് പറ്റാവുന്ന വിധം പഠിപ്പിച്ചു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. ആ കുട്ടികളുടെ സ്നേഹവും കരച്ചിലും എല്ലാം ഇന്ന് അവിടെ പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് മകൻ കഴിഞ്ഞ മാസമാണ് അവനൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായി അവൻ ഈ കാലത്തിനിടയിൽ പഠിപ്പിച്ച് അവൻ മാറിയിരുന്നു. ഒപ്പം കഴിഞ്ഞ തവണയാണ് ജോലി ലഭിച്ചത്. ആദ്യ മാസത്തെ ശമ്പളം അമ്മയ്ക്ക് നൽകുന്നതിന് വേണ്ടി കരുതലോടെ കാത്തിരിക്കുകയായിരുന്നു. ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. തിരികെ വന്നിട്ട് ആ ശമ്പളം നൽകണമെന്നതായിരുന്നു മകന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ അവന് കഴിഞ്ഞിരുന്നില്ല. അത് വലിയ കരച്ചിലോടുകൂടിയാണ് അമ്മയുടെ ശവപേടകത്തിന് മുന്നിലിരുന്നു കൊണ്ട് മൃതദേഹ പേടകത്തിന് മുന്നിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നത്. ഒപ്പം മൃതയായ അമ്മയുടെ കരച്ചിലും ഇവിടെ എത്തുന്ന എല്ലാവരുടെയും തന്നെ ഉള്ളലിയിപ്പിക്കുന്നതായിരുന്നു. മകൾ നവമി ഇപ്പോൾ നഴ്സിംഗ് പഠനം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അങ്ങനെ കുട്ടികളെ ഉന്നതമായ രീതിയിൽ നല്ല രീതിയിൽ മികച്ച രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നത് തന്നെയാണ് അവർ ശ്രമിച്ചത്. തനിക്ക് എന്താ ലഭിക്കാതെ പോയോ അത് കുട്ടികൾക്കുണ്ടാകരുതെന്നൊരു നിശ്ചയദാർഢ്യം അവർക്കുണ്ടായിരുന്നു. ലോൺ മറ്റു വായ്പകളും എല്ലാം തന്നെ ഇതിനു വേണ്ടി അവർ എടുത്തിരുന്നു. നേരത്തെ അവരുടെ ഭർത്താവ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എത്രയാണ് കടം എന്നതിനെ കുറിച്ച് എനിക്കൊരു ഏകദേശ ധാരണയുള്ളൂ, മറ്റു കാര്യങ്ങളെല്ലാം അവളാണ് നടത്തിക്കൊണ്ടു പോയിരുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് പോലും തനിക്ക് അറിയില്ല. തന്റെ കുടുംബത്തിന്റെ അത്താണിയെ തന്നെയാണ് നഷ്ടമായത്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുമ്പോൾ എങ്ങും എത്തുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്ര കണ്ട് കുടുംബത്തെ മറ്റു ബാധ്യതകളൊന്നും അറിയിക്കാതെ സ്നേഹപൂർവ്വം അവരിൽ നിന്ന് അതെല്ലാം ഒതുക്കി നിർത്തുകയും അതേസമയം തന്നെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്റെ കടബാധ്യതകൾ വീട്ടി മക്കളെ ഒരു ഭാഗത്ത് പഠിപ്പിച്ച് അമ്മയെ ശുശ്രൂഷിച്ച് ഭർത്താവിനെയും വലിയ ജോലികൾക്കൊന്നും വിടാതെ അതിനുകൂടി കഠിനാധ്വാനം ചെയ്തു പോകുന്ന ഒരു സ്ത്രീയായിരുന്നു ബിന്ദു. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ചുറ്റുപാടുമുള്ളവർ വളരെ സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് അന്ത്യയാത്ര നൽകാനായിട്ട് നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സംസാരിച്ച പലരും തന്നെയും പറയുന്നത് മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ്